മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മിസ്റ്റർ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 14 verse 11. ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അത്യുദ്ധാനം ചെയ്തും കഴിവുകൾ ഉപയോഗിച്ചും ജീവിതത്തിൽ ഉന്നത സ്ഥാനത്തിലെത്തുന്നവരെ ലോകം ബഹുമാനിക്കും. അവർ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടുന്നു. അർഹതയുള്ളവർക്ക് ഉയർച്ച ലഭിക്കുന്നത് കാണുമ്പോൾ തങ്ങൾക്കും സ്ഥാനമാനങ്ങൾ വേണമെന്ന് പലരും ആഗ്രഹിക്കും. എളുപ്പ വഴിയിലൂടെ അത് സാധിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. തന്നെത്താൻ ഉയർത്തുവാൻ അവർ ശ്രമിക്കുന്നു. സ്വന്തം ചെരുപ്പിൽ സ്വയം പിടിച്ച് അവനവനെ തന്നെ ഉയർത്തുവാൻ ശ്രമിച്ചാൽ സാധിക്കത്തില്ലല്ലോ. ഓടാതെ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന ഏക ലാക്കോടുകൂടി അതിനായി സ്വയം പരിമിതപ്പെടുത്തി അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ആഗ്രഹിക്കുന്ന വിധത്തിൽ അംഗീകാരവും ഉന്നത സ്ഥാനവും കിട്ടാതെ വരുമ്പോൾ അസ്വസ്ഥ ചിത്തരാവുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്നവർ സമചിത്തത വെടിഞ്ഞ് ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. അവരുടെ അധപ്പതനത്തിന് കാരണമാകും. ഹാമാൻ രാജസന്നിധിയിലേക്ക് പോകുമ്പോൾ മൊർദെഖായി എഴുന്നേറ്റ് വന്നിച്ചില്ല എന്ന ഏക കാരണത്താൽ ഹാമാൻ ക്ഷോഭിച്ചു. മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാനും യഹൂദജാതിയെ സമൂലം കൊന്നൊടുക്കുവാനും ക്രമീകരണങ്ങൾ ചെയ്തു. പക്ഷേ നമുക്കറിയാം, അന്ത്യം വിപരീതമായിരുന്നു. ഹാമാൻ പണി കഴിപ്പിച്ച കഴുകുമരത്തിൽ തൂങ്ങി മരിച്ചു. അവന്റെ കുടുംബത്തെയും നശിപ്പിച്ചു. തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിച്ച ഹാമാൻ നശിച്ചു. ബഹുമാനം ലഭിക്കാതിരിക്കുമ്പോൾ ക്ഷോഭിക്കാതിരിക്കുവാൻ സാധിക്കണം. ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ തക്ക സമയം ദൈവം നമ്മെ ഉയർത്തും. മനുഷ്യൻ ശ്രമിച്ചാൽ നമ്മെ താഴ്ത്തുവാൻ സാധിക്കില്ല. ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈക്കീഴിൽ താഴ്ന്നിരിക്കുവാൻ നാം തയ്യാറാവണം. സ്വയം ബഹുമാനിക്കുവാനല്ല, വിലപ്പിടിപ്പുള്ളതും ബഹുമാന്യവുമായ കാര്യങ്ങൾക്കായി അധ്വാനിക്കുകയാണ് വേണ്ടത്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.